നമ്മുടെ ഗോവിന്ദൻ മാഷ് ആകപ്പാടെ കലിപ്പിലാണ്. എങ്ങനെ കലിക്കാതിരിക്കും? എവിടെ തിരിഞ്ഞൊന്നും നോക്കിയാലും അവിടെ എല്ലാം പൂത്ത തെറികൾ മാത്രം. പാർട്ടിയെ തിരുത്താനുള്ള വഴികൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് പൊതുജനങ്ങൾക്കായി മൊബൈൽ ആപ്പ് കൊടുത്ത് ആപ്പിലായിരിക്കുകയാണ്. മൊബൈൽ ആപ്പിലേക്ക് സന്ദേശം അയച്ച സകല മനുഷ്യരും ഗോവിന്ദൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞതോടെ എനിക്കും പിണറായിക്കും ഇറങ്ങിപ്പോകാൻ സൗകര്യമില്ല എന്നായി. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. ഞങ്ങളെ ഇറക്കി വിടാമെന്നുള്ള പൂതി എല്ലാവന്റെയും മനസ്സിലിരിക്കട്ടെ എന്നായി. അയ്യോ, അങ്ങനെ വാശി പിടിക്കരുത്. ഇനി ഒരുപാട് ദിവസം കഴിയേണ്ടതല്ലേ, പരിസരമൊക്കെ നടന്നിരിക്കണ്ടേ. അപ്പോഴാണ് UDF സർക്കാർ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി 15 മുതൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം നൽകുന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് LDFിലെ MLA-മാരെയും ക്ഷണിച്ചിട്ടുണ്ടവർ. പക്ഷേ വരാൻ സൗകര്യമില്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. പിടിച്ചേ, സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഊരി ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. ഗോവിന്ദൻ പറയുന്നത് ഇടതുപക്ഷക്കാരും ഈ സൗജന്യത്തിന് ബസ്സിൽ കയറില്ല എന്നായിരിക്കും. ഇപ്പോൾ സഖാക്കൾ പറഞ്ഞു വരുന്നത് ഇടതുപക്ഷ സർക്കാരും ഈ സൗജന്യ യാത്രയെപ്പറ്റി ആലോചിച്ചിരുന്നതാണ്. അപ്പോൾ പിണറായി സഖാവ് പറഞ്ഞു, അങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്താൽ കേരളത്തിലെ സ്ത്രീകൾക്ക് അഷ്ടിക്ക് വകയില്ലാത്തവരാണ് എന്നൊരു തെറ്റായ സൂചന ഇതര സംസ്ഥാനങ്ങൾക്കുണ്ടാകും. അവർക്ക് വരുമാന മാർഗമില്ലെന്ന് പറഞ്ഞാൽ അത് കേരളത്തിന് നാണക്കേടല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ സൗജന്യം കൊടുക്കാതിരുന്നത്. നവോത്ഥാന കേരളത്തിലെ വിജയന്റെ സ്ത്രീജനങ്ങൾ അങ്ങനെ കാശില്ലാത്തവരാണെന്ന് ആരും പറയരുത്. സത്യം പറഞ്ഞാൽ ഒരു മാസത്തിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ നടത്തി കൂട്ടുമെന്ന് ഗോവിന്ദന് ഒരു ചിന്തയുമില്ലായിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. 2500 രൂപ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാണ് രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷെ ഇറങ്ങിപ്പോകുന്നതിന്റെ തലേന്നാണ് അത് 2000 ആക്കിയത്. അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന്. തൊട്ടതെല്ലാം പിഴച്ചിട്ടും ഗോവിന്ദന് മൊത്തത്തിലങ്ങ് പരിഹാസമാണ്.